ഈ റമദാനിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര ഹെൽത്തി ആണ്, ഭയങ്കര റിച്ച് ആണ് കേട്ടോ. അപ്പൊ പാല് ചൂടാക്കുക, അതിലേക്ക് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കസ്റ്റാർഡ് നമ്മൾ മിൽക്കിൽ കലക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിക്കുക. തള വരുന്ന കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2-3 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു നോൺ സ്റ്റിക് പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ച് കുറച്ച് സേമിയ, അത് ചെറിയ സേമിയ വേണേ, നന്നായിട്ട് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് അതിന്റെ പച്ച മണക്കം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് കുറുങ്ങി പോകരുത്, കുറച്ച് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് കേട്ടോ. അപ്പോ ഇതുപോലെ ആ സേമിയൊക്കെ ഒന്ന് വെന്ത് നല്ല രീതിയിൽ ഈ ഒരു ലൂസിൽ അത് എടുത്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. നമ്മുടെ കൈതച്ചക്ക, പൈനാപ്പിൾ ഒഴികെ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ വാട്ടർമെലൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അനാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാംഗോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ട പപ്പായ ഇട്ട് കൊടുക്കാം, ഒക്കെ ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ ഞാൻ മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, ഗ്രീൻ മുന്തിരി ഉണ്ടായിരുന്നു, രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ കസ്കസ് നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. ഇത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കടിക്കുമ്പോൾ. പിന്നെ നല്ലതാണ്, തണുപ്പിനും ഈ ചൂടുകാലത്ത് കഴിക്കാൻ നല്ലതാണ്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആണ്, ഭയങ്കര റിച്ച് ആണ്. വീട്ടിൽ ഗസ്റ്റ് വന്നാലും ഇനിയിപ്പോ ഡേറ്റ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡ്രിങ്ക് ആണ്. ഈ റമദാനിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.